പറ്റില്ല എന്ന് പറഞ്ഞു അഭിനയിക്കാൻ. അല്ല അവനെ ഈ പ്രോംപ്റ്റ് ചെയ്യുന്നത് കിട്ടണില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിയായി. പിന്നെ അങ്ങോട്ട് ആള് ഉഷാറായി. ഡോക്ടർ ജനാർദ്ദൻ സാറിന്റെ സീരിയലാ സുഭദ്രം. സാറ് നല്ല, അപ്പൊ സാറ് പറഞ്ഞു എന്നോട് ട്രെയിൻ ചെയ്ത് അത് എന്താ പറയാ ഒറ്റയടിക്ക് എന്താ സാറിന് ഒരു ഇത് പറഞ്ഞു എന്നോട്, നമ്മള് മാങ്ങ കുഴിച്ചിട്ടിട്ടേ ഇടക്കിടക്കിടക്ക് വന്ന് തുറന്നു നോക്കരുത്, അതൊന്ന് കിളുത്ത് സമയം എടുക്കും, ഇടക്കിടക്ക് വന്ന് മാന്തി നോക്കുമല്ലോ ഇതായോ ആയോന്ന്, അത് ചെയ്യരുത്. പക്ഷെ അത് 1 മാസത്തിനകത്ത് അമ്പുച്ചൻ ബെറ്റർ ആയി ഇല്ലേ, ഇപ്പൊ വലിയ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ ആയി ചക്കരല്ലേ. ഈ സെറ്റിൽ പോകാൻ ഏറ്റവും ഇഷ്ടം എന്തുകൊണ്ടാ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം രാവിലെ പോണേന് ഒരു കുഴപ്പമില്ല, വൈകുന്നേരം ലേറ്റ് ആയി വന്നാലും ഒരു കുഴപ്പമില്ല, കൊറേ പേര് കളിക്കാനും ചേച്ചിമാരൊക്കെ ഉണ്ടാ. അടിപൊളി. അതാണ് അവിടെ പോകാൻ ഏറ്റവും ഇഷ്ടം അല്ലേ? കസ്തൂർബ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, കസ്തൂർബ. ഇവനെ ദൈവമേ, എന്നെ കാണാതിരുന്ന പ്രശ്നമല്ല, ഷൂട്ടിങ്ങിന് 10 ദിവസം കഴിഞ്ഞിട്ട് ആര്യ എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. കസ്തൂർബ പോകുമ്പോഴത്തേക്കിനും കരച്ചില് വീഴ്ചില് ഭയങ്കര ഇഷ്യൂ ആണ് അവിടെ. ചേച്ചിനെ ഇഷ്ടപ്പെടാ, അത്രക്ക് ഇഷ്ടപ്പെടാൻ കാരണോടാ എന്നോടെ കളിക്കാൻ കൂട്ടുള്ള. നിങ്ങൾ എന്ത് കളിയാ കളിക്കാറ്? എന്താ സ്പ്ലിറ്റ്? ഈ സംഭവം അടിച്ചടിച്ച്. മനസ്സിലായി. ചേച്ചി ശരിക്കും ഇവനെ ഈ ഒരു ചെറിയൊരു ഏജില് ഫീൽഡിലോട്ട് വിടുമ്പോ അതിന്റേതായ ടെൻഷൻസ് അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണോ വിട്ടത്? അപ്പൊ ഞാനും അമ്പാടിയുടെ അച്ഛനും ഒക്കെ മീഡിയ ഫീൽഡ് തന്നെയാ. അപ്പൊ അവനും അതാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. എന്ന് വെച്ചാൽ പഠിത്തം നമ്മള് ഉഴപ്പൊന്നൊന്നുമല്ല, അല്ലാത്ത സമയത്തൊക്കെ നല്ല കുട്ടിയായിട്ട് അവൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവന് ഇഷ്ടമാണ്, അവനോട് ചോദിച്ചാലും അവന് അഭിനയിക്കാൻ തന്നെ ഇഷ്ടം. പിന്നെ അവന് ഇനി വലുതാവുമ്പോ അത് മാറും ചിലപ്പോ, അത് അപ്പറിയില്ല. ഇപ്പോഴത്തെ രീതിയെ മറ്റ് ഭാവിയിലേക്ക് അങ്ങനെ മറിച്ച് അങ്ങനെ ചിന്തിക്കുന്നില്ല. അവന്റെ പഠിത്തവും കളയാതെ അവന്റെ അഭിനയവും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ അങ്ങ് പോകണം. രണ്ടും ഇഷ്ടമാണ് അവന്. പിന്നെ അഭിനയിക്കാൻ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ സ്കൂളിൽ പോകാനുള്ള മടി. സ്കൂളിലാകുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഉത്തരവാദിത്വം കൂടുമല്ലോ, ഇതാവുമ്പത്തേക്കിനും വേറെ പ്രശ്നങ്ങളില്ലല്ലോ അല്ലേ അമ്പാടി? ചെറിയ പ്രായത്തിലെ നായകനാണ് ഈ ഇരിക്കണത് അല്ലേ, നായകന്റെ ഒരു അഹങ്കാരമില്ല. ചേച്ചിക്ക് ഉണ്ടല്ലോ ശരിക്കും ഈ ഒരു വിഷുവിനെ മിസ് ചെയ്യണത് ആരെയായിരിക്കും ചേച്ചി? ഫാമിലി, അമ്മ, അച്ഛൻ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണേട്ടിനെ മിസ് ചെയ്യാറുണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആയി പോയല്ലോ അല്ലേ അമ്മച്ച? അല്ല, നമ്മുടെ ലൈഫിലെ നല്ല ഓർമ്മകളാണ് അതെല്ലാം. കുറെ നല്ല ഓർമ്മകൾ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അതൊക്കെ നമ്മൾ ഏത് സമയത്ത് ഇപ്പൊ ഒരുപാട് നമ്മുടെ ലൈഫിൽ ആ സിറ്റുവേഷൻസ് വരുന്ന സമയങ്ങളിൽ നമ്മളത് ഓർക്കാറുണ്ട്. നമ്മുടെ ലൈഫിൽ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു സമയം വരുന്ന സമയത്ത് നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്ത് നല്ല സമയങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും ഓർക്കാറുണ്ട്. അമ്പാടിയുടെ അച്ഛനെ ഓർക്കാറുണ്ട്, അമ്പാടിയും പറയാറുണ്ട്, നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്. അത് നമ്മുടെ നല്ല എപ്പോഴും മെമ്മറീസ് ഒരിക്കലും ഇല്ല. നമ്മുടെ ഓർമ്മകൾ ഒരിക്കലും മരിച്ചു പോവില്ല, അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നല്ല ഓർമ്മകളാണെങ്കിലും പിന്നെ നല്ല ഓർമ്മകൾ ഓർക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് ഓർക്കാറുണ്ട്. അത് ഞാനും ഓർക്കാറുണ്ടാവും ഉറപ്പായിട്ടും. അമ്പാടിയുടെ അച്ഛനും ഓർക്കാറുണ്ട്. അത് 100% ഉറപ്പാ. അത് ഉറപ്പല്ലേ, നമ്മളൊന്നും മറക്കില്ലല്ലോ. നമ്മള് ഓൺ ദ ടൈം നമ്മളത് ഹീൽ ചെയ്യെങ്കിലും മറന്നു പോകത്തില്ലല്ലോ എത്ര നാള് കഴിഞ്ഞാലും. നമ്മള് മുന്നത്തെ ഒരു 10 ഞാൻ പറഞ്ഞില്ല, എന്റെ എന്താ പറയാ ചെറുതിലുള്ള വിഷുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മകള് ഞാൻ പറഞ്ഞെങ്കില് അമ്പാടിയുടെ അച്ഛനും ഞാനും അമ്പാടിയും കൂടെ ഉള്ള ഒത്തിരി നല്ല കുറെ വിഷു ഞങ്ങൾ അജുമാനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഓർക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും നമ്മൾ മറന്നു. അതെ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, വല്ലപ്പോഴും ഓർക്കാൻ നല്ലതിന്. ഓക്കെ ചേച്ചി, എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആൻസർ ആയിരുന്നു. ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ റീൽ ഒരിടക്ക് ഭയങ്കര ഒരു തരംഗം സൃഷ്ടിച്ചായിരുന്നു. നമ്മുടെ ഈ ഒരു ആളുടെ മുഖം കാണിക്കാതുള്ള സംഭവമില്ലേ, ഞാൻ വിചാരിച്ചു ഏത് കൊള്ളാലോ എന്ന് വിചാരിച്ചിരിക്കും. ഞാൻ പേഴ്സണലി ചേച്ചിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങൾ പിന്നെയും ടുഗദർ ആയി വന്നതിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് നമ്മുടെ ഞാൻ ആ ചെയ്തോണ്ട് പഞ്ചായത്ത് ജട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ മേക്കപ്പ് മാൻ ഉണ്ട്, കിച്ചു എന്നാ പേര്. കിച്ചുവിനോട് മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കിച്ചുവായിട്ട് നല്ല കൂട്ടാ. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ റീല് ചെയ്യാൻ കണ്ടന്റ് ഒന്നുമില്ല, എന്തെങ്കിലും റീല് ചെയ്യണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് കിച്ചു മേക്കപ്പ് ചെയ്യാൻ കയറി വരുന്നത്. അപ്പൊ എല്ലാരും ഉണ്ട്. സ്നേഹ ഉണ്ടായിരുന്നു അതിന്റെ പിന്നെ ഒരു ദിവസം. പിന്നെ മറ്റേ കൂടെയുള്ള നമ്മളോട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റും ഒക്കെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ കിച്ചുവിനെ വെച്ചിട്ട് പറഞ്ഞ ചെയ്തല്ലേ, മുഖം കാണിക്കണ്ട നമുക്ക്.
അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ വരുമെന്ന് നമുക്ക് അറിയായിരുന്നു. ഞാൻ ശരിക്കും വിചാരിച്ചു ബാക്കിൽ നിന്ന് കണ്ടപ്പോ പെട്ടെന്ന് കണ്ണേട്ടനായിരിക്കും എന്ന് വിചാരിച്ചു ആ റീല് കണ്ടപ്പോ. കണ്ണനെ അറിയാവുന്നവർക്ക് പിന്നെ അറിയാം കണ്ണനല്ലാന്ന്. നമുക്ക് പിന്നെ ഒത്തിരി പേര് നിങ്ങൾ വീണ്ടും ഒന്നായോന്നൊക്കെ എക്സ്പെക്ട് ചെയ്തു ശരിക്കും. അത് കഴിഞ്ഞാണ് അതിന്റെ ബിഹൈൻഡ് സീൻ എടുത്തു വെച്ചിട്ട് അതിനുശേഷം ഞാൻ ഇത് കിച്ചുവിനെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇട്ടായിരുന്നത് അല്ലേ? അല്ലാതെ എന്തായാലും അങ്ങനെ വരുമല്ലോ. ഇപ്പൊ ഞാൻ ഒരാളുടെ കൂടെ ചുമ്മാ നിൽക്കുന്ന ഫോട്ടോയോ ഇത് വന്നാലും, നമ്മളിപ്പോ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിലും തനിച്ച് നിൽക്കുന്ന ഒരു ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള ആരായാലും ഒരാണിന്റെ കൂടെ ഒരു ഫോട്ടോ അല്ലെ വീഡിയോ വന്നു കഴിഞ്ഞത് ആണുങ്ങൾ പെണ്ണിന്റെ കൂടെ ഇട്ടാലും എങ്ങനെയാണെങ്കിലും അതൊരു എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അത് ആരാ കൂടെ ഉള്ളത്? എല്ലാവർക്കും ഉണ്ടാവും, നമുക്കും ഉണ്ടാവും. നമുക്ക് അമ്പാടിക്ക് കണ്ണേട്ടൻ കൈനീട്ടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു വിഷുവിന്. കൈനീട്ടൊക്കെ കിട്ടാറുണ്ടോ ചക്കര? നന്നായി കിട്ടാറുണ്ട്. കൈനീട്ടം കിട്ടാറുണ്ടല്ലേ? അതിപ്പോ കണ്ണന്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്തും കണ്ണന്റെ അച്ഛനും അമ്മയുണ്ട് അവിടെ. ഇപ്പൊ ഈ ചിലപ്പോ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോവാനിരിക്കുക. അടിച്ചു വിളിക്കാൻ അവിടെ പോവാൻ ഇഷ്ടം. ഇടയ്ക്കൊക്കെ പണ്ടൊക്കെ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഞാൻ അപ്പൂപ്പനോടൊക്കെ പറയും ഇടയ്ക്കിടയ്ക്ക് കുടുക്കയിലിടാൻ വേണ്ടി പൈസ. കുടിക്കൊക്കെ ഉണ്ടാ? അടിപൊളി. 3ാം ക്ലാസ് തുടങ്ങിയതാ. 3 വയസ്സായപ്പോ വാങ്ങി കുടിക്കത്. ഇപ്പം 3 വർഷത്തിന് മേലെ പൊട്ടിക്കാതിരുന്നു. ഇങ്ങനെ മടക്കി ഇടുന്നത് നിറയാൻ വേണ്ടിട്ട്. ഇത് നോട്ടുകളെല്ലാം ഓൾമോസ്റ്റ് ഇത് ചുടി ഉണ്ടെന്ന് അറിയാൻ അല്ലേ? ഞാൻ ശരിക്കും കുടിക്കൊക്കെ തുടങ്ങും. എനിക്കൊരു അനിയത്തന്നെ കേട്ടോ, ഓൾമോസ്റ്റ് ഈ സെയിം ഏജാ. അവള് കുടിക്കല് കാശിട്ട് തുടങ്ങും. ബട്ട് ഒന്ന് കുരിക്കുമ്പോ ഒച്ച കേൾക്കണ രീതിയാകുമ്പോ അതങ്ങ് പൊട്ടിക്കും. പിന്നെ വെച്ചോണ്ടിരിക്കണ പരിപാടിയൊന്നുമില്ല. ഓ കീയാ കീ പോയി പൊട്ടി. എന്നിട്ട് അത് ഫുള്ള് ഞാൻ അടച്ചിങ്ങനെ പ്ലാസ്റ്റിക് ചെയ്ത് സ്റ്റിക്കർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ എടുക്കൂല കേട്ടോ, നല്ല കുട്ടിയാ. വെച്ചേക്കുന്നതെന്ന് പോലും അറിയില്ല. പക്ഷെ ഒരു തവണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഞാൻ നോക്കിയായിരുന്നു അല്ലേ? കൊച്ചെടുത്തോടാ. എന്താന്ന് സീരിയൽ സിനിമാ നടി വീണ നായർ അസുഖബാധിതയായി ആശുപത്രിയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിരവധി യൂട്യൂബ് ചാനലുകളാണ് ഇത്തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്താണെങ്കിലും വലിയൊരു ആശുപത്രി വാസമല്ല, സാധാരണ ഒരു പനിയോ ചെറിയ മറ്റോ അസുഖമാണ് എന്നാണ് വീണയുടെ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്താണെങ്കിലും ഈ മഴക്കാലത്തിൽ അതീവ ശ്രദ്ധ വേണമെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണമെന്നും ആരാധകർ പറയുന്നുണ്ട്. കാരണം വീണയ്ക്കൊപ്പമാണ് മകനുമുള്ളത്. അപ്പോൾ മകനായ അമ്പാടിയെയും വീണ കരുതലോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്കൂളിൽ പോയി തുടങ്ങിയത് കൊണ്ട് തന്നെ അമ്പാടിക്ക് വളരെ പെട്ടെന്ന് ഇനി മറ്റ് ആളുകളിൽ നിന്നും പുറത്തു പോകുന്നത് കൊണ്ട് തന്നെ സ്കൂളിലെ കുട്ടികളിൽ നിന്നും ഒക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇരുവരും നന്നായി ശ്രദ്ധിക്കണമെന്നും മറ്റാരും നിങ്ങൾക്കൊപ്പം ഇല്ല എന്നും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും ആരാധകർ പറയുന്നുണ്ട്. അതേസമയം കുറെ നാളുകളായി വീണയും മകനും ഒറ്റയ്ക്കാണ് താമസം. ആദ്യ ഭർത്താവായ RJ അമനുമായി വിവാഹബന്ധം വേർപെടുത്തിയ വീണ പിന്നീട് സന്തോഷപൂർവ്വം തന്നെ തന്റെ മകനൊപ്പം ജീവിതം ആഘോഷിക്കുന്നതിന്റെ വീഡിയോകളൊക്കെ പുറത്തുവിടാറുണ്ട്. മകനൊപ്പം സന്തോഷത്തിൽ തന്നെയാണ് വീണ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ഫോട്ടോഷൂട്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെയായി വീണ സജീവമാണ്. RJ അമനുമായി വിവാഹബന്ധം വേർപെടുത്തിയതിന് കാരണം ബിഗ് ബോസ് ആണ് എന്ന വലിയ രീതിയിൽ ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ അല്ല അതിന് കാരണമെന്ന് വീണ പറഞ്ഞിരുന്നു. ബിഗ് ബോസിൽ താൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ട് ഭാര്യയെ വേണ്ടെന്ന് വെക്കാൻ മാത്രം മോശമായ ആളല്ല അമനെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു. ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ ആരെങ്കിലും ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിക്കുമോ? നമ്മൾ അങ്ങനെ സ്നേഹിച്ച് അങ്ങനെ സ്വപ്നം കണ്ടിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്? പിന്നെ അത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകുന്നത് നമ്മുടെ തലയിലെടുത്തും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ ലൈഫിൽ വേണ്ടെന്ന് വയ്ക്കുന്ന തീരുമാനത്തിൽ എത്തണമെങ്കിൽ നമ്മൾ എന്തുമാത്രം മാനസികമായി വിഷമിച്ചിട്ടുകൂടിയായിരിക്കും ആ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളുകൾ പറയുന്നത് നിന്റെ കരച്ചിലൊക്കെ ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളതല്ലേ, നീ അന്ന് കുറെ കാണിച്ചു കൂട്ടിയതിന്റെ അല്ലേ ഇപ്പോൾ അനുഭവിക്കുന്നേ എന്നേ പറയൂ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ആൾക്കാരുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ്. എന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്? ബിഗ് ബോസ് കാരണമല്ല എന്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുന്നത്. അങ്ങനെയൊരു തെറ്റിദ്ധാരണ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കുമുണ്ട്.
ബിഗ് ബോസ് അവളുടെ ലൈഫ് ഇല്ലാതാക്കി. ഇല്ല, ബിഗ് ബോസ് അല്ല. ഞാൻ എന്തായാലും കുഴപ്പമില്ല. എന്റെ അച്ഛനെയും അമ്മയും എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിന്റെ പേരിൽ എന്നെ വേണ്ടെന്ന് വെക്കാൻ മാത്രം അമ്പാടിയുടെ അച്ഛൻ മോശമല്ല. അയാളൊരു ജെന്റിൽമാൻ ആണ്. അങ്ങനെ ബിഗ് ബോസിലെ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് എന്നെ വേണ്ടെന്ന് വെക്കാൻ മാത്രം കണ്ണൻ അത്ര മോശമൊന്നുമല്ല. ഞാൻ ഇപ്പോഴും പറയുന്നല്ലോ, അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ അത്ര വിദ്യാഭ്യാസമില്ലാത്ത ആളൊന്നുമല്ല. ഞങ്ങളുടെ പ്രശ്നങ്ങളെ വേറെ തന്നെയായിരുന്നു. ബിഗ് ബോസിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു. നീ എന്തുകൊണ്ട് ഇത്രയും വിഷമമുണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ല? ഇതാണ് ചോദിച്ചത്. ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമായി വന്നത് മറ്റു ചില കാര്യങ്ങളാണ്. ആദ്യം മുതലേയുള്ള പല കാര്യങ്ങളും ആയിരിക്കില്ലല്ലോ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ വലിയ വിഷമമായി മാറുന്നത്. കണ്ണനെ ഇപ്പോഴും അത്ര ഇഷ്ടമാണ്. ഒരു ദേഷ്യവുമില്ല. ഭാര്യ ഭർത്താക്കന്മാരെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിനും എന്നോട് അങ്ങനെ തന്നെയാണ്. വെറുപ്പോ ദേഷ്യമോ ഇല്ല എന്നാണ് വീണ പറഞ്ഞത്. അമനും പിന്നീട് രണ്ടാമത് തന്റെ ഏറ്റവും വലിയ സുഹൃത്തിനെ, വളരെ നാളെ ലിവിംഗ് ടുഗദറിൽ കഴിയുന്ന സുഹൃത്തിനെ തന്നെ വിവാഹം